മാരീച സംഭാഷണം. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു. ചിത്രഭാനുദയാദ്യേ മൂർധനേ വന്നു. തെരയിൽ വയറിടിനാൻ ദേവസഞ്ജയ വൈരി പാരാത പാരവര പരമാം തീരം തത്ര മരീജാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം ഘോരനാം. ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ച് ആനന്ദാത്മകനായ രാമനെ ധ്യാനിച്ച് ഉള്ളിൽ രാമ രാമായിതി ജപിച്ചുറച്ചു സമാധി പൂണ്ട് ആമോദത്തോടു മരുവീടിനാം. മാരീജനം ലൗകികാത്മനാഗത്തിങ്കൽ ആഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉദ്ധാനം ചെയ്തു. പൂണ്ട് കൊണ്ടുതന്മാരിലണച്ച ആനന്ദ അശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു. ദശകണ്ഠൻ യോജിച്ചു ചിത്തം. അപ്പോൾ ചോദിച്ചു മാരീചനും, എന്തൊരാഗമനം ഇതേകനായി തന്നെ ഒരു ചിന്തയുണ്ട് എന്ന പോലെ തോന്നു ഭാവത്തിങ്കിൽ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലത് വരുത്തുവാനുള്ളവരിൽ മുമ്പൻ വല്ലോ ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യമായി വിന്യ ചെയ്യാൻ മടിയിൽ എനിക്കേതും. മാരീചവാക്യമേവം കേട്ട് രാവണൻ ചൊന്നാൻ ആരുമില്ല എനിക്ക് നിന്നെപ്പോലെ മുട്ടും നേരം. സാകേതാധിപനായ രാജാവ് ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാർ എന്നിരുവർ ഇതുകാലം കോമളഗാത്രിയോരും അങ്കന ആരത്നത്തോടും ദണ്ഡകാരണ്യം വന്ന് വാഴുന്നിവർ ബലാൽ എന്നുടെ ഭഗിനി നിന്ന അസികാകുജങ്ങളും കർണവും ചേരിച്ചത് കേട്ടുടൻ കരാതികൾ ചെന്നതു 14,000 അവരെയും നിന്നു താൻ ഏകനായിട്ട് തീർത്തൂരണത്തിങ്കൽ കുന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ തൽ പ്രാണേശ്വരിയ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടെങ്ങ് പോന്നിടുവൻ. അതിന് നീ ഹേമവർണ്ണൻ പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കുവാഗാത്രിയെപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മാമാ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടും. ഇല്ല സംശയമേതും പങ്ക്തികന്ധരവാക്യം കേട്ട് മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും. ഈ വണ്ണമുര ചെയ്താൽ ആരുപദേശിച്ചതു മൂലനാശനമായ കാര്യം നിന്നോട്. അവൻ നിന്നോട് ശത്രുവല്ലോ, നിന്നോട് നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലത് നിനക്ക് ഞാൻ ചൊല്ലിവൻ കേൾക്കുന്നാകിൽ നല്ലതെല്ലതും നിനക്കിത്തൊഴിൽ അറിയ നീ. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ട കഥാരിൽ മാമകേ രാജരത്നാരമണീരഥാദികൾ കേൾക്കുമ്പോൾ അതിഗീതനായുള്ളൂ ഞാനോ നിത്യം. രാക്ഷസ വംശം പരിപാലിച്ചു കൊള്ളുക നീ. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ. ഞാനതിൻ പരമാർത്ഥം അറിഞ്ഞേൻ കേൾക്കാ നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞുകൊണ്ട് ഓരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ. പൗലസ്ത്യപ്രഭോ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനൻ അരുൾ ചെയ്തതു വാത്സല്യത്താൽ. എന്തോ ഞാൻ വേണ്ടുന്നത് ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ചു. വിധാതാമർത്തിച്ചു ദയാനിധേ നിൻ തിരുവടി തന്നെ മനുഷ്യവേഷം പൂണ്ടു. പങ്ക്തി അന്തരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ. മംഗളം വരുത്തുവാൻ ദേവതാവസർക്ക് എല്ലാം മാനുഷ്യൻ അല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താൻ എന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്തിയ. പോയാലും
പുരമ്പുക്കു സുഖിച്ചു നീ. മായാമാനുഷ്യൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ, ഭക്തവത്സലൻ ഭജനീയരീശ്വരൻ നാഥൻ. മാരീജൻ പറഞ്ഞത് കേട്ടു രാവണൻ ചൊന്നാൻ, നേരത്രേ പറഞ്ഞത് നിർമ്മലനല്ലോ ഭവൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാതാൻ, അരവിന്ദോത്ഭവൻ തന്നോട് സത്യം ചെയ്തു. മർത്യനായി പിറന്ന് എന്നെ കൊല്ലുവാൻ ഭാവിച്ചത് സത്യസങ്കല്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ യൗവണ്ണം അല്ലെന്നാക്കുവാൻ. ആളാരണ അന്നു നിൻ അജ്ഞാനം ഞാനിങ്ങനെ ഓർത്തിയിലൊട്ടും. ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല, നൂനം ചെന്ന മൈഥിലി തന്നെ കൊണ്ടുപോരുക വേണം രാമ.